ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയ്ക്കെതിരെ എക്സൈസിന് വ്യാജ സന്ദേശം നൽകിയ കേസിൽ പ്രതിയുടെ ഹർജി തള്ളണമെന്ന് സർക്കാർ പ്രതിപട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. എക്സൈസ് ഉപദ്രവിക്കുന്നുവെന്ന് നാരായണദാസ് ആരോപിച്ചു. ഇക്കാര്യങ്ങൾ നിഷേധിച്ച സർക്കാർ നാരായണദാസ് പ്രതിയാണെന്ന് കോടതിയെ അറിയിച്ചു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, സർക്കാരിന്റെ നിലപാട് എന്താണ്? സർക്കാർ എന്തൊക്കെ ശക്തമായ വാദങ്ങളാണ് കോടതിയിൽ ഉന്നയിക്കുന്നത്? ഒരു നോട്ടീസ് നേരത്തെ നാരായണദാസിന് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് എക്സൈസ് നൽകിയിരുന്നു. പക്ഷേ അയാൾ ഹാജരായില്ല. നേരെ മറിച്ച് ഇയാൾ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ എത്തി ഇയാൾ ആവശ്യപ്പെട്ട കാര്യം എക്സൈസ് തന്നെ ഉപദ്രവിക്കുന്നു, തുടർച്ചയായി ഹരാസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതിന് അവസാനം കാണണം, അതിന് കോടതി ഇടപെടണം. ഇതായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഇന്ന് ഈ കേസെടുത്തപ്പോൾ സർക്കാർ അവരുടെ ഭാഗം കോടതിയിൽ പറഞ്ഞു. അതായത് ഈ കേസിലെ പ്രതിയാണ് ഈ നാരായണദാസ് എന്നുള്ളത്. അതിനാൽ നോട്ടീസ് അയക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്യലൊക്കെ തന്നെ അനിവാര്യമായ കാര്യമാണ്. അതിനാൽ ഇയാളുടെ ഹർജി തള്ളണം. ഇതായിരുന്നു സർക്കാരിന്റെ ആവശ്യം. ഇതിനിടെ ഈ നാരായണദാസിന്റെ ഒരു മുൻകൂർ ജാമ്യ ഹർജി കൂടി ഹൈക്കോടതിയിൽ എത്തിയതായ വിവരമുണ്ട്. അക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ അത് നാളെ പരിഗണിക്കാനുള്ള സാധ്യതയും കാണുന്നു. നാരായണദാസിന് അനുകൂലമല്ല സർക്കാരിന്റെ നിലപാട്. സർക്കാർ അതിശക്തമായി ഇയാളുടെ ഹർജിയെ എതിർത്തിട്ടുണ്ട്. ഇയാളുടെ ഹർജി തള്ളണമെന്നാണ് ആവശ്യം. ആ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം വൈകാതെ എത്തും.